ഹലോ ഫ്രണ്ട്സ്, ബ്രില്യൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണുവാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ക്ലോക്കിലെ ബാറ്ററി ഇനി മാറ്റേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലോക്കിലെ ബാറ്ററി മാറ്റേണ്ടതായിട്ട് വരുന്നേ ഇല്ല. ഒരുപാട് കാലം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ച് ഒന്ന് ഉസാറാക്കി തരും. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു സ്വിച്ചാണ്. ടോർച്ചിലൊക്കെ വരുന്ന ഒരു തരം സ്വിച്ചാണിത്. ഗൈസ്, അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു ട്രാൻസിസ്റ്റർ ആണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ പിടിക്കുമ്പോൾ ഇത് കളക്ടർ, ഇത് ബേസ്, ഇത് എമിറ്റർ, ഇങ്ങനെയാണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 10K റെസിസ്റ്റർ ആണ്. ഇതുപോലെ രണ്ടെണ്ണം നമുക്ക് വേണ്ടതുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ട 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്, ലിഥിയം അയൺ ബാറ്ററി. നമ്മൾ 2 വയർ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച 2 റെസിസ്റ്ററുകൾ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്കൊന്ന് കൂട്ടി പിടിച്ച് കൊടുക്കാം. അതൊന്ന് സോൾഡർ ചെയ്ത് നമുക്ക് ഈ എക്സസ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതൊന്ന് നൂർത്തുകയും ചെയ്യാം. അതേപോലെ ഗൈസ്, നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ലെഗുകളൊക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളക്ടർ, ബേസ്, എമിറ്റർ, നമ്മളിത് ഈ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച റെസിസ്റ്ററിൻ്റെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് സോൾഡർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ 10K റെസിസ്റ്ററിൻ്റെ ഒരു സൈഡ് നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതേപോലെ 2 10K റെസിസ്റ്റർ ജോയിൻ്റ് ആയി വരുന്ന ആ ഒരു ജോയിൻറ്റിലേക്ക് നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ബേസും സോൾഡർ ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമ്മൾ ഈ ഡയഗ്രത്തിൽ പറഞ്ഞ ആ ഒരു രീതിയിലാണ് കണക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗൈസ്, ആണ് നമ്മൾ ആ എക്സസ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഗൈസ്, നമ്മളെ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ നമ്മൾ സ്വിച്ചിൻ്റെ ഒരു വശത്തേക്കും തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് വേറൊരു റെഡ് കളർ വയർ എടുത്തിട്ട് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ സ്വിച്ചിൻ്റെ അപ്പുറത്തെ സൈഡിലും നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ സ്വിച്ച് വഴി വരുന്ന ബാറ്ററിയുടെ പോസിറ്റീവ് വയർ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. 10K റെസിസ്റ്ററിനെ നമ്മൾ ഒഴിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നെഗറ്റീവ് വയറും സോൾഡർ ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഇനി നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ആ കറക്റ്റ് വോൾട്ടേജ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. അയ്യോ, നമ്മൾ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നുപോയി. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയ ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും 1.5 വോൾട്ടിനേക്കാളും കൂടുതൽ വോൾട്ടേജ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഗൈസ്, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ 2 വയറുകൾ എടുത്തിട്ടുണ്ട്. അതിൽ ഈ റെഡ് വയർ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞ വയർ നമ്മൾ നേരത്തെ ബാറ്ററിയുടെ നെഗറ്റീവ് വയർ സോൾഡർ ചെയ്ത് കൊടുത്ത അതേ 10K റെസിസ്റ്ററിൻ്റെ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ക്ലോക്കിലേക്ക് നമുക്ക് ഔട്ട് കൊടുക്കാനുള്ള 2 വയേഴ്സാണ് നമ്മളിപ്പോൾ സോൾഡർ ചെയ്തെടുക്കുന്നത്. ഈ ഡയഗ്രത്തിൽ കാണിച്ചതുപോലെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. PVC പൈപ്പ് കൊണ്ട് ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ടും ബാറ്ററിയൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്ന ഈ ഒരു ഹോള് നമുക്ക് സ്വിച്ച് വയ്ക്കുന്നതിന് വേണ്ടി, അതേപോലെ ഈ ഒരു ഹോള് ക്ലോക്കിലേക്ക് ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹോളാണ്. ഈ 2 സ്ക്രൂ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അഴിച്ചു നോക്കുന്നതിന് വേണ്ടിയാണ്. ക്ലോക്കിൻ്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഊരി മാറ്റാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ക്ലോക്ക് നിന്ന് പോയതാണ്. നമ്മൾ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു ബോക്സ് സെറ്റാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു സൈഡിൽ ഇതിന് തടസ്സമില്ലാത്ത രീതിയിൽ നമുക്ക് വെച്ച ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലഷ് ട്യൂബ് എന്ന് പറയുന്ന ആ ഒരു പശ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതാകുമ്പോൾ നന്നായിട്ട് ഒട്ടി നിന്നോളും. നമുക്കൊന്ന് അടിപൊളിയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡബിൾ സ്റ്റിക്കറാണ്. അതിൻ്റെ മുകളിലത്തെ ആ ഒരു സ്റ്റിക്കർ നമുക്ക് പറിച്ച് കളഞ്ഞ ശേഷം നമ്മുടെ ബാറ്ററി നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു മുക്കിലായിട്ട് നമുക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഉഷാറായിട്ട് ഒട്ടി നിന്നിട്ടില്ലെങ്കിൽ ആ ബാറ്ററി അതിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ ഇളകി കളിക്കും. ഇനി നമുക്ക്
ആ സ്വിച്ചും കൂടെ ആ ഒരു ഹോളിലേക്ക് ഞാനിപ്പോൾ ചെയ്ത പോലെ ഒരു ലേശം പശ ഒട്ടിച്ചിട്ട് നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ വീണ്ടും ഒരു ഡബിൾ സ്റ്റിക്കർ എടുത്തിട്ട് നമ്മൾ ആ ഒരു സർക്യൂട്ട് ഇളകി വിട്ടു പോവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ആ താഴെ വരുന്ന ആ ഹോളിലൂടെ നമ്മളെ ക്ലോക്കിലേക്ക് സോൾഡർ ചെയ്തെടുത്ത ആ 2 വയർ അതിലൂടെ നമുക്ക് പുറത്തേക്ക് ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതിങ്ങനെ അടയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോൾഡർ ചെയ്തിട്ട് പിടിക്കാത്തത് കാരണം നമ്മൾ ചെറിയ വയറിൻ്റെ ഉള്ളിലത്തെ കോപ്പർ വയർ ഉപയോഗിച്ച് അതുമൊന്ന് ചുറ്റി കെട്ടിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ലെഡ് പിടിപ്പിക്കുമ്പോൾ അതുമ്മ പിടിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് നന്നായിട്ട് അവിടെ നിന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മഞ്ഞ വയർ, നമ്മുടെ ആ ബോക്സിൽ നിന്ന് വരുന്ന ആ മഞ്ഞ വയർ ക്ലോക്കിൻ്റെ നെഗറ്റീവിലേക്കും അതേപോലെ ചുവപ്പ് വയർ നമ്മുടെ ക്ലോക്കിൻ്റെ പോസിറ്റീവിലേക്കും, അതായത് ആ പ്ലസ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്കും നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ സൈഡിലെ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഗൈസ്, അങ്ങനെ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും നമ്മൾ ആ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരുമ്പോൾ ആ ഒരു പൽച്ചക്രം ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ ഈ ക്ലോക്ക് ഒന്ന് തിരിച്ച് കാണിച്ചു തരാം. അതാ നമ്മുടെ ക്ലോക്ക് നല്ല ഉഷാറായിട്ട് ഓടുന്നുണ്ട്. കണ്ടോ, നമ്മൾ വേറെ ബാറ്ററി കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ അഴിച്ചു വെച്ച ആ ഒരു ഇത് അതേപോലെ തന്നെ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതുണ്ടാക്കി വീഡിയോ എടുത്ത ശേഷം 1 മാസം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയ ശേഷമാണ് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ബായിമാരമാരി അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ക്യാമറമാൻ മിഥു മിഥിലാജിനൊപ്പം ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.